Good afternoon. Good afternoon, ma'am. Good afternoon. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. Happy New Year, miss. Happy New Year, ma'am. ഓക്കെ, ഹാപ്പി ന്യൂ ഇയർ മാം. ഹാപ്പി ന്യൂ ഇയർ. എങ്ങനെയുണ്ടായിരുന്നു ന്യൂ ഇയർ? പുറത്തൊക്കെ പോയോ? സെലിബ്രേറ്റ് ചെയ്തോ? വീട്ടിൽ സെലിബ്രേറ്റ് ചെയ്തു, പുറത്തേക്കൊന്നും പോയി. സെലിബ്രേറ്റ് ചെയ്തു. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പ്രയർ ചെയ്തോളൂ കേട്ടോ. Prayer ഞാൻ ചെയ്യാം മിസ്, ഒരു മിനിറ്റ്. ആ എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകം തരും ജ്ഞാനവും നീയല്ലോ. പുല്ലുമാടവും പൂവണി മേടയും തുല്യമായി തരും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായി എൻ്റെ മനസ്സിലും, നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും, നല്ല ചേതിയായി എൻ പിഞ്ചു കൈയിലും, നന്മയായി നീ കടന്നിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ, എൻ കരളിൽ കുടിയിരിക്കണമേ. എന്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ ദയ ചൊരിയണമേ. ഓക്കെ, then sign in. സൈൻ ഇൻ ചെയ്യാൻ ആരും റെഡി അല്ലേ? സഗീത, സൈൻ ഇൻ ചെയ്യാമോ? കേൾക്കുന്നുണ്ടോ? ആ മിസ്, കേൾക്കുന്നുണ്ട്. ആ, സംഗീത സൈൻ ഇൻ ചെയ്യാമോ? എന്തോ പ്രോബ്ലം ഉണ്ടോന്ന് തോന്നുന്നു. ഹലോ. ആ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറയാൻ പറ്റുന്നുണ്ടോ സംഗീത? മനോജ് തന്നെ സൈൻ ഇൻ ചെയ്ത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ആ മിസ്, കേൾക്കുന്നുണ്ട്. ആ, ഇപ്പൊ കേക്കണ്ട് മാം. സംഗീത, ആ സൈൻ ഇൻ ചെയ്തോളൂ കേട്ടോ. സൈൻ ഇൻ ചെയ്യാമോ? ആ, ഒരു സ്റ്റോറി പറയാം മാം. ആ ഓക്കെ. ഞാൻ റെക്കോർഡിൽ എഴുതിയ ഒരു സ്റ്റോറിയാണ്. അത് ഞാൻ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷിൽ പറയാൻ എനിക്ക് പോരാ. ഞാനത് ഒരു വിധത്തിൽ ഇംഗ്ലീഷിൽ ഒപ്പിച്ചു വെച്ചേക്കണതാണ്. പറയട്ടെ മാം? ആ പറഞ്ഞോളൂ. ഒരിടത്ത് ഒരു കുറെ ആട്ടുംപറ്റങ്ങൾ ഉണ്ടായിരുന്നു. ആ ആട്ടുംപറ്റങ്ങളുടെ കൂട്ടത്തില് മക്കളൊന്നുമില്ലാത്ത ഒരു പാവ ഒരു ആട്ടമ്മ ഉണ്ടായിരുന്നു. ആ ആടിന് കുഞ്ഞുങ്ങളൊന്നും ഇല്ലാത്തതിൽ വളരെ വിഷമം ഉണ്ടായിരുന്നു. മറ്റുള്ള ആടുകൾ കുഞ്ഞുങ്ങളുമായിട്ട് ജീവിക്കണതും അവരുമായിട്ട് കളിക്കണതും ഒക്കെ കാണുമ്പോൾ ഇതിന് വല്ലാത്ത വിഷമമായിരുന്നു.
അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു കരയണ ഒച്ച കേട്ടിട്ട് ഈ കുഞ്ഞുങ്ങളില്ലാത്ത ആട് പോയി നോക്കുമ്പോഴത്തേക്കും അവിടെ ഒരു സിംഹക്കുഞ്ഞ് കിടന്ന് കരയണതാണ് ഇത് കേൾക്കണത്. ഇത് ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ എടുത്തിട്ട്, മോനെ നീ പേടിക്കണ്ട, ഞാനുണ്ട് നിനക്ക് കൂടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനെ ഈ ആട് സ്വന്തം കുഞ്ഞിനെ പോലെ വളർത്തിക്കൊണ്ടുവരും. അപ്പൊ ഈ കുഞ്ഞ് ഇതാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമ്മയുടെ പാലും കുടിച്ച് ഈ അമ്മയുടെ പരിചരണത്തിൽ വളർന്നു വരികയാണ്. അങ്ങനെ ആ കുഞ്ഞ് വലുതായി കഴിഞ്ഞിട്ട് ഈ കുഞ്ഞി ആടുകളുടെ കൂടെ തന്നെ ഈ സിംഹം ഈ ആടുകളുടെ കൂടെ തന്നെയാണ് ഓടി നടക്കണതും കളിക്കണതും ഒക്കെ. അപ്പോ എല്ലാരും വിചാരിച്ചു ഇതൊരു ആടാണെന്ന് തന്നെയാണ് കൂടെ ഉള്ളവരും വിചാരിച്ചേക്കണത്. അവർക്ക് അറിയില്ല ഇതൊരു സിംഹമാണെന്ന്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ അമ്മയുടെ കൂടെ കിടന്നുറങ്ങിക്കൊണ്ടിരുന്ന സിംഹക്കുഞ്ഞ് കാണുന്നത് ഈ അമ്മേനെ കാട്ടീന്ന് വന്ന ഒരു ചെന്നായി പിടിച്ചുകൊണ്ട് പോണത് കണ്ടതും ഈ സിംഹക്കുഞ്ഞ് ആകെ പേടിച്ചു പോകും. പേടിച്ച് വിറച്ച് മാറി നിൽക്കും. അപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇരുന്ന് വിഷമിച്ചോണ്ടിരുന്നപ്പോ ഈ അമ്മ വിളിക്കുവാണ്, മകനെ എന്നെ രക്ഷിക്കൂ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പൊ തന്നെ ഈ കുഞ്ഞ് എന്ത് ചെയ്ത്, എന്റെ അമ്മേനെ ആരെങ്കിലും രക്ഷിക്കണ്ടേന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞ് അറിയാതെ ഒച്ച ഉണ്ടാക്കും. ഈ ഒച്ച ഉണ്ടാക്കുമ്പോഴത്തേ ഈ ഒച്ച കേട്ട്, അതായത് സിംഹത്തിന്റെ ഗർജനം എന്നൊക്കെ പറയുമ്പോൾ വല്ലാത്തൊരു ഗർജനമല്ല, ആ ഗർജനം കേട്ട് ആ ചെന്നായ പേടിച്ച് ഓടുകയാണ്. ഈ തള്ളാടിനെ അവിടെ ഇട്ടിട്ട് പേടിച്ച് ഓടുകയാണ്. തള്ളാട് ഓടി മകന്റെ അടുത്ത് വന്നിട്ട് പറയും, നിന്റെ ഒച്ച കേട്ടിട്ടാണ് അവരെന്നെ വിട്ടിട്ട് പോയത്. കാര്യം നീ ഒരു സിംഹമാണ്. ഇപ്പോഴാണ് എനിക്കതിൽ ഒരു തീരുമാനമായത്. ഇനി ഒരിക്കലും നീ എന്നെ വിട്ടു പോകരുതെന്ന് ആ കുഞ്ഞിനോട് അമ്മ അപേക്ഷിക്കുകയാണ്. അപ്പൊ അമ്മയോട് ആ കുഞ്ഞ് പറയുകയാണ്, ഞാൻ ഒരിക്കലും ഇനി അമ്മേനെ ഞാൻ ഉപേക്ഷിച്ച് പോവില്ല. എൻ്റെ അമ്മയാണ് എന്നെ ഇത്രത്തോളം വളർത്തി കൊണ്ടുവന്നതും എന്നിലെ ആ സിംഹത്തിനെ പുറത്തേക്ക് കൊണ്ടുവന്നതെന്നും പറഞ്ഞ് ആ അമ്മേനെ ജീവിതകാലം മുഴുവൻ ആ സിംഹക്കുഞ്ഞ് പരിപാലിച്ചു. പിന്നെ കൂട്ടത്തിലുള്ള ആടുകൾക്ക് ഒരു പ്രൊട്ടക്ഷൻ ആവുകയും ചെയ്തു. താങ്ക് യു മാം. സൈനിങ് ഓൺ, സംഗീത. ഓക്കെ, വെരി ഗുഡ്. തോട്ടുണ്ടോ? തോട്ട് ആരെങ്കിലും പറയുന്നുണ്ടോ? മിസ്സേ ഞാൻ പറയട്ടെ? പറഞ്ഞോളൂ. Don't compare yourself with others. No one can play your role better than you. Thank you. ഓക്കെ, വെരി ഗുഡ്. വളരെ കുറച്ച് സ്റ്റുഡൻസ് ആണല്ലോ ഉള്ളത് ഇന്ന്. കുറവാണോ ക്ലാസ്സിൽ കയറുന്നത്? ഇന്ന് കുറവായിരിക്കാം മേഡം. ഇപ്പൊ ന്യൂ ഇയറിന്റെ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടായിരിക്കും വിചാരിക്കുന്നു. പിന്നെ ഇന്ന് പബ്ലിക് ഹോളിഡേ കൂടിയാണല്ലോ, ഇനിയിപ്പൊ അതിന്റെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പുറത്തു പോവുകയോ വല്ലതൊക്കെ എന്തെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മൾ സ്കൂൾ മാനേജ്മെന്റ് ആണ് എടുത്തത്. ആദ്യത്തെ പോയിന്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തായിരുന്നില്ലേ? ക്ലാസ് റൂം മാനേജ്മെന്റ്. അത് പറഞ്ഞു. അതിലാണ് ടീച്ചേഴ്സിനെ കുറിച്ചൊക്കെ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നമ്മൾ കുറച്ച് ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് ആണ് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് കേട്ടോ. പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്താണത്? പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് കെട്ടിട പരിപാലനം അല്ലേ? ആണോ? ഒരു സ്കൂളില് ധാരാളം ബിൽഡിങ്ങുകൾ ഉണ്ടാവും. ഒരു സ്കൂൾ എന്ന് പറയുമ്പോൾ പലതരത്തിലുള്ള ബിൽഡിങ്ങുകൾ കൂടി ചേർന്നതാണ് ഒരു സ്കൂൾ എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ മെയിൻ്റനൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഒരു സ്കൂളിനെ അപേക്ഷിച്ച്, അല്ലേ? ഓക്കെ, അപ്പോ അതിനകത്ത് നമ്മൾക്ക് ആദ്യം നോക്കേണ്ടത് സേഫ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണ്. നമ്മള് കുഞ്ഞുങ്ങളെ സ്കൂളിൽ ചേർത്താൻ ചെല്ലുമ്പോൾ നമ്മൾ നോക്കുന്ന ഒരു കാര്യമാണ് ബിൽഡിംഗ് സെക്യൂരിറ്റി. അതായത് എത്രമാത്രം സെക്യൂർ ആയിട്ടുള്ള ബിൽഡിംഗ് ആണ് ആ സ്കൂളിനുള്ളതെന്ന് നമ്മൾ ചെക്ക് ചെയ്യാറുണ്ട്, അല്ലേ? നോക്കില്ലേ? പാരന്റ്സ് നോക്കാറില്ലേ? കുട്ടികളെ വെറുതെ കൊണ്ടുവന്ന് ചേർക്കുകയാണ് ചെയ്യുന്നത്? ഒരിക്കലും അല്ല. സ്കൂളിന്റെ ബിൽഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോ പ്രധാനമായിട്ടും സേഫ് ആയിട്ടുള്ള ഒരു ബിൽഡിംഗ്, പിന്നെ അതുപോലെ തന്നെ പ്രോപ്പർ ആയിട്ട് എയർ സർക്കുലേഷൻ ഉണ്ടാവുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. വായുസഞ്ചാരം വേണ്ടേ?
എയർ സർക്കുലേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് കുഞ്ഞുങ്ങൾക്ക് നല്ല രീതിയിൽ ബ്രീത്ത് ചെയ്യാനായിട്ട് സാധിക്കുക അല്ലെ. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ വെന്റിലേഷൻ അല്ലെ, നല്ല രീതിയിൽ വായുസഞ്ചാരം വേണം. അപ്പോ ഇതൊക്കെ ഉള്ള ബിൽഡിംഗ് ആണെന്ത് ഒരു സ്കൂളിന് ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ അതുപോലെ തന്നെ എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. ഇപ്പൊ പല സ്കൂളുകളും നമുക്കറിയാം എക്കോ ഫ്രണ്ട്ലി ആണ് അല്ലെ, പച്ചപ്പ് കാത്തു സൂക്ഷിക്കുന്നില്ലേ ഒട്ടുമിക്ക സ്കൂളുകളും. അവരുടെ ഗാർഡനിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എത്രത്തോളമാണ് എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളത് അല്ലെ. ഓക്കെ, അപ്പോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വരുന്നുണ്ട്. സേഫ് ആയിട്ടുള്ള ബിൽഡിംഗ്, എയർ സർക്കുലേഷൻ ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ വെന്റിലേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിരിക്കണം. പിന്നെ അതുപോലെ തന്നെ ക്ലീനിങ് കോമൺ ഏരിയാസ്, അതായത് സ്കൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ട്. സ്കൂളിലെ പ്രധാനപ്പെട്ട ഏരിയാസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ വരുന്നത്? ക്ലാസ് റൂമുകൾ അല്ലെ. ക്ലാസ് റൂമുകൾ വരും, ടോയ്ലറ്റ് വരും, അതുപോലെ സ്റ്റാഫ് റൂം വരും, പ്രിൻസിപ്പളിന്റെ റൂം വരും അല്ലെ. അപ്പൊ ധാരാളം ഏരിയാസ് എന്ത് ചെയ്യുന്നുണ്ട് സ്കൂളിൽ വരുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കോമൺ ഏരിയാസ് ക്ലീൻ ചെയ്തിടുക എന്നുള്ളത് പ്രിമൈസസ് ആൻഡ് ബിൽഡിംഗ് മെയിൻ്റനൻസിൽ വരുന്നതാണ് കേട്ടോ. കോമൺ ഏരിയാസ് ഒക്കെ ക്ലീൻ ചെയ്തിടുക. പിന്നെ അതുപോലെ തന്നെ ഈ പോയിന്റ് നിങ്ങളൊന്ന് നോട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പൊ ക്ലീനിങ് കോമൺ ഏരിയാസ് ഞാൻ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ ഇൻസ്പെക്ടിങ് കോമ റിപ്പയറിങ്, ഇൻസ്പെക്ടിങ് കോമ റിപ്പയറിങ്, ഇൻസ്പെക്ടിങ് കോമ റിപ്പയറിങ് and maintaining electrical systems, comma plumbing, elevators, etc. ഓക്കെ, അപ്പൊ ഇവിടെ പറയുന്നുണ്ട് ഇൻസ്പെക്ടിങ് ആൻഡ് റിപ്പയറിംഗ് ഇലക്ട്രിക്കൽ സിസ്റ്റം എന്ന് പറയുന്നുണ്ട് അല്ലെ. ഒരു സ്കൂൾ ആയിരിക്കുമ്പോൾ മെയിൻ ആയിട്ടും, അതായത് അവിടെ ആവശ്യമുള്ള ഒരു കാര്യമാണ് എന്ത്, ഫാനും ലൈറ്റ്സും ഒക്കെ അല്ലെ. അപ്പൊ ഓരോ ക്ലാസ് റൂമുകളിൽ നമുക്കറിയാം ഫാനുകളും ലൈറ്റുകളും ഒക്കെ ഉണ്ട്. അപ്പോ അത് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് കറക്റ്റ് ആയിട്ട്, പ്രോപ്പർ ആയിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യണം. അതായത് ഫാനുകളും ലൈറ്റുകളും ഒക്കെ പ്രവർത്തിക്കുന്നുണ്ടോ, ഇനി ഏതെങ്കിലും ഒരെണ്ണത്തിന് തകരാറുണ്ട്, സ്വിച്ചുകൾക്കൊക്കെ ചിലപ്പോൾ കംപ്ലൈന്റ് വരാം, അല്ലെങ്കിൽ ഫാന് ചിലപ്പോൾ കംപ്ലൈന്റ് വരാം. അപ്പൊ അങ്ങനെ എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ എന്ത് ചെയ്യണം, അധികാരികളുടെ അല്ലെങ്കിൽ ഹയർ പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുണ്ട്. ഓക്കെ, അപ്പോ ഫാനുകളും ലൈറ്റുകളും ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കണം. ഇനി എന്തെങ്കിലും ഡാമേജുകൾ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് റിപ്പയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഹയർ ഒഫീഷ്യൽസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതാണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഈ മഴക്കാലം ഒക്കെ ആകുന്ന സമയത്ത്, റെയിനി സീസണിലൊക്കെ ഈ സ്വിച്ച് ബോർഡുകളിൽ നിന്നൊക്കെ ഷോക്ക് വരാനും എർത്തടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ് അല്ലെ. ക്ലാസ് റൂമിലൊക്കെ തന്നെയാണെങ്കിലും നനവ്, ഈർപ്പം ഉണ്ടാവാൻ, ഹ്യൂമിഡിറ്റി ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെ. അപ്പോ അത്തരത്തില് ഏതെങ്കിലും സ്വിച്ചുകൾക്ക് എന്തെങ്കിലും കംപ്ലൈന്റുകൾ ഉണ്ടെങ്കിൽ അത് ഉടനടി തന്നെ എന്ത് ചെയ്യണം, മേലധികാരികളെ അറിയിക്കണം. അതുപോലെ തന്നെ ഫാനൊക്കെ നമുക്കറിയാം കുറച്ച് സ്കൂളുകളിലെങ്കിലും കൂടിയും പഴയ രീതിയിലുള്ള അല്ലെങ്കിൽ പഴകിയ രീതിയിലുള്ള ഫാനുകളൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അതായത് കുറെ കാലങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന ഫാനുകളൊക്കെയാണ് ഇപ്പോൾ ഉപയോഗിച്ചു വരുന്നത്. അപ്പൊ എല്ലാ സ്കൂളുകളിലെയോ അല്ല ഞാൻ പറയുന്നത്, കുറച്ച് സ്കൂളുകളിലെങ്കിലും. അപ്പൊ ഇത്തരത്തിലുള്ള ഫാനുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കറിയാം അതിന്റെ ആ ഒരു കറക്കം, റൊട്ടേഷൻ ഒക്കെ എങ്ങനെയാണെന്ന് അറിയാം. ചിലപ്പോൾ പതുക്കെ ആയിരിക്കും, ചിലപ്പോൾ അതിന് എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നാല് താഴേക്ക് പൊട്ടി വീഴാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. അത് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റിയെ ബാധിക്കും.
അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു കഴിഞ്ഞ കുറച്ചു നാൾ മുമ്പ് ഒരു ഭയങ്കര വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഒരു കുട്ടി മരിച്ചത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഷോക്കേറ്റ് മരിച്ചത് ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. ചെരുപ്പെടുക്കാനായിട്ട് അല്ലേ? സ്കൂളില് ഏതാണ്? കൊല്ലം ജില്ലയിലെ തേവലക്കര ഞങ്ങളുടെ അടുത്താ ടീച്ചറെ. നിങ്ങളുടെ അടുത്താണല്ലേ? സ്കൂളിലെ അവസ്ഥ അറിയാമോ? അറിയാം. അല്ല അതറിയത്തില്ല, നമുക്ക് ഈ സംഭവം അറിയാം, നടന്നത് സംഭവം അറിയാം അല്ലേ? ഓക്കെ. അപ്പോ ആ കുഞ്ഞ് ഷോക്കേറ്റാണ് മരിച്ചത് അല്ലെ? അതായത് ആ ഒരു ഇലക്ട്രിക്കൽ വയർ അതിലൂടെ പോകുന്നുണ്ടാവുന്നു, ഒരു ലൈൻ പോകുന്നുണ്ടായിരുന്നു, അതിൽ കുഞ്ഞ് കയറി പിടിച്ചതാണ് കുഞ്ഞ് മരിക്കാനിടയായത്. അപ്പോ ഇത്തരത്തിൽ അതായത് നമ്മൾക്ക് ഈ സ്കൂളിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ആ ഒരു കാര്യം നമുക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. കാരണം എത്രത്തോളം അശ്രദ്ധ മൂലമാണ് ആ കുഞ്ഞ് മരിക്കാനിടയായത്. ശരിക്കും പറഞ്ഞാൽ ആ കുഞ്ഞ് മരിക്കാനിടയായതിന് ഒരാളെ മാത്രം നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ? ആ സ്കൂളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ KCB ഉൾപ്പെടെയുള്ള ആളുകളെ എന്താണ് ആ കുഞ്ഞിന്റെ മരണത്തിൽ ഉത്തരവാദികളാണ്. അല്ലാതെ നമുക്ക് പറയാനായിട്ട് സാധിക്കോ? ഒരാളെ മാത്രം നമുക്ക് കുറ്റം ചാരാനായിട്ട് അവിടെ സാധിക്കില്ല. അവിടെ ധാരാളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു, അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ടില്ല. പ്രിൻസിപ്പൽ ഉണ്ടായിരുന്നു, അവരുടെ ശ്രദ്ധയിൽ പെട്ടില്ല. ഓക്കെ. പിന്നെ KCB നമുക്കറിയാം ഇടയ്ക്കിടയ്ക്ക് മെയിൻ്റനൻസിനും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഇത്തരം ഒരു സ്കൂളില് ഇത് ഇങ്ങനെയുള്ള ഒരു അപകടകരമായിട്ടുള്ള രീതിയിൽ ഒരു കാര്യം ഉണ്ടായിരുന്നപ്പോ അവര് പോലും എന്ത് ചെയ്തിട്ടുണ്ടായില്ല, ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടായില്ല. ഓക്കെ. അപ്പോ ആ കുഞ്ഞിന്റെ ജീവൻ പോയത് ഭയങ്കര ഒരു എന്താ പറയാ ആ ഒരു സ്കൂളിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേഫ്റ്റി പ്രിവെൻഷൻ ആണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അല്ലെങ്കിൽ ആ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാത്തതുകൊണ്ടാണ് ആ ഒരു കുഞ്ഞിന്റെ ജീവൻ അവിടെ നഷ്ടമായത്. അപ്പോ നമ്മൾ ക്ലാസ് റൂമുകളിലായാലും അല്ലെങ്കിൽ സ്കൂളിന്റെ മറ്റേതൊരു കോർണറിലായാലും ഇത്തരത്തിലുള്ള അപകടകരമായിട്ടുള്ള ഇലക്ട്രിക്കൽ സിസ്റ്റവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അതായത് ഡാമേജ് ആയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളുടെ ശ്രദ്ധയിൽ പെടുവാണെങ്കിൽ അത് ഉടനെ തന്നെ നിങ്ങളുടെ മേലധികാരികളെ അറിയിക്കണം. ഓക്കെ. ഒരിക്കലും മിണ്ടാതിരിക്കരുത്. കാരണം നിങ്ങൾ ഇനി ഭാവിയിൽ ടീച്ചേഴ്സ് ആവാനായിട്ടുള്ളവരാണ്. അപ്പോ കുട്ടികളെ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, ആ ക്ലാസ് റൂം നമ്മൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള പരിസരം ഇടയ്ക്കെങ്കിലും നമ്മളൊന്ന് കണ്ണുണ്ടിച്ചു പോകണം. എന്തെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ഉടനെ തന്നെ അത് അറിയിക്കുകയും വേണം. ഒരിക്കലും മിണ്ടാതിരിക്കാനായിട്ട് പാടില്ല. അപ്പൊ നമ്മൾ അറിയിക്കുമ്പോഴാണ് മാനേജ്മെന്റ് അതിൽ കൂടുതലായിട്ട് ഇടപെടുന്നതും പിന്നെ ആ പ്രോബ്ലം അവിടെ സോൾവ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് ഇതാണ്, ഫാനുകള് ലൈറ്റുകള് മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഏതെങ്കിലും ഒരു കാര്യത്തിന് ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഉടൻ തന്നെ അറിയിക്കുക എന്നുള്ളതാണ്. പിന്നെ പ്ലംബിങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം കുടിവെള്ളം എന്ന് പറയുന്നത്, വാട്ടർ എന്ന് പറയുന്നത് സ്കൂളിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ? ആണോ? എല്ലാത്തിനും അത്യാവശ്യമല്ലേ വാട്ടർ? ടോയ്ലറ്റിൽ പോവാനായിട്ട് വാട്ടർ ആവശ്യമാണ് അല്ലെ? നമുക്ക് ഡ്രിങ്കിങ്ങിനായിട്ട് കുടിക്കാനായിട്ട് വാട്ടർ ആവശ്യമാണ് അല്ലെ? കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകാനും പാത്രം കഴുകാനും ഒക്കെ എന്ത് ചെയ്യാൻ ആവശ്യമാണ്? വാട്ടർ ആവശ്യമാണ്. അപ്പൊ വെള്ളമില്ലെങ്കിൽ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്കൂളുകളിൽ ഉണ്ടാകും. അപ്പൊ ടീച്ചേഴ്സ് ഒക്കെ പറയാറുണ്ട് അല്ലെ, കൂടുതലായിട്ട് ഇന്ന ദിവസം വെള്ളം ഉണ്ടാവില്ല. ഇപ്പൊ നമുക്ക് ഇടക്കിടക്ക് വെള്ളവും കറണ്ടും ഒന്നും ഉണ്ടാവാറില്ല. അപ്പോ എന്ത് ചെയ്യും? കുടിവെള്ളം മുടങ്ങും. ഇന്ന ദിവസം ഈ ഒരു ഇത്ര ലിറ്റർ അതായത് ഒരു കുട്ടി കൂടി കൂടുതൽ കൊണ്ടുവരാനൊക്കെ പറയാറുണ്ട്. അപ്പോ വാട്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതിന്റെ മെയിൻ്റനൻസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ എലവേറ്റേഴ്സ്, ചില സ്കൂളുകളിൽ വലിയ വലിയ സ്കൂളുകളിൽ നമുക്ക് ലിഫ്റ്റ് കാര്യങ്ങൾ കാണാനായിട്ട് അല്ലെങ്കിൽ എലവേറ്റേഴ്സ് പോലുള്ള കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. അപ്പോ കറക്റ്റ് ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കുഞ്ഞുങ്ങൾ അതിൽ കുടുങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. ഓക്കെ. അപ്പൊ അതിന്റെ മെയിൻ്റനൻസും എന്ത് ചെയ്യണം? ഇവിടെ ചെക്ക് ചെയ്തിട്ടുണ്ടാകണം. ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ. ഇനി അടുത്തത് നമുക്ക് നോക്കാനുള്ളത് റിപ്പയറിംഗ് ഐറ്റംസ് ആണ്. സ്കൂളില് ചില ഐറ്റംസ് ചിലപ്പോൾ റിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും. എന്തൊക്കെ ഐറ്റംസ് ആണ്? നമുക്ക് പ്രത്യേകിച്ചും പ്ലേ സ്കൂളിലൊക്കെ ആണെങ്കിലും അല്ലെങ്കിൽ സ്കൂളുകളിൽ തന്നെ ആണെങ്കിലും പലതരത്തിലുള്ള ഐറ്റംസ് ഉണ്ട് റിപ്പയർ ചെയ്യാനായിട്ട്. ചില ആളുകളൊക്കെ വരും അവിടെ റിപ്പയറിങ്ങിനായിട്ട്. എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാകും റിപ്പയർ ചെയ്യാനായിട്ട്? ഒന്ന് ഓർത്ത് നോക്കിയേ. കുട്ടികളുടെ ചെയർ, പ്രധാനമായിട്ടും ഫർണിച്ചേഴ്സ് അല്ലെ?
അതായത് കുട്ടികളുടെ ബെഞ്ച്, ഡെസ്ക് മുതലായിട്ടുള്ള കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ചില സ്കൂളുകളിലെങ്കിലും ചിലപ്പോ കുറെ നാള് പഴക്കമുള്ള ബെഞ്ചും ഡെസ്കുകളൊക്കെ ആയിരിക്കും ഇപ്പോഴും ഉപയോഗിക്കുക. അപ്പോ അതിന്റെ കാലുകൾ അല്ലെ, ഡെസ്കിന്റെ കാലുകൾ ചിലപ്പോൾ ഇളകാനോ അല്ലെങ്കിൽ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യത കൂടുതലാണ്. ചിലപ്പോ ചില ഡെസ്ക് ബെഞ്ചിനൊക്കെ ഡാമേജ് ഉണ്ടാകും, ഇളകുന്നതൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കും കാലിന്റെ ഭാഗമൊക്കെ. അപ്പൊ ചിലപ്പോ കുട്ടികൾ എല്ലാവരും കൂടി ഇരുന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് എന്താ പറയാ എന്തെങ്കിലും ഒരു കാര്യം ഒക്കെ ചെയ്താൽ മതി, ചിലപ്പോ എല്ലാ കുട്ടികളും താഴ്ത്ത് വീഴാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയുണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ നിന്ന് ആ ബെഞ്ച് റിമൂവ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അവിടെ നിന്ന് മാറ്റിയിടുക, എന്നിട്ട് അത് ശരിയാക്കിയതിനു ശേഷം മാത്രം കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് വിൻഡോസ്. ധാരാളം ജനലുകള് സ്കൂളിൽ ഉണ്ടാവും അല്ലെ, ജനലുകൾ ഉണ്ടാവില്ലേ? ഗ്ലാസ് വിൻഡോ ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം കുട്ടികള് എപ്പോഴും ചില കുസൃതികളൊക്കെ അവർ കാണിക്കും അല്ലെ. ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ചിലപ്പോ കല്ലൊക്കെ എടുത്തിട്ട് എന്ത് ചെയ്യും, അങ്ങോട്ട് എറിയും. എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ വിൻഡോയിൽ തട്ടി, ഗ്ലാസ് വിൻഡോ ആണെങ്കിൽ അത് പൊട്ടും. പൊട്ടുക മാത്രമല്ല ചില കുഞ്ഞുങ്ങൾ അതിൽ കയറി പിടിക്കുകയും ചെയ്യും. അപ്പൊ കുപ്പിച്ചില് കയ്യിൽ കയറി കൈ പൊട്ടാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അത് നമ്മള് അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചില ഡോറുകൾ ഉണ്ട്. ചില ഡോറുകൾ ചില സമയത്ത്, അതായത് ലോക്ക് കറക്റ്റ് ആയിട്ട് ഇടാൻ പറ്റാത്തത്, അതുപോലെ ടൈറ്റ് ആയിട്ടിരിക്കുന്ന ഡോറുകൾ, അല്ലെങ്കിൽ ഇളകി നിൽക്കുന്ന ഡോറുകൾ, ഇങ്ങനെയുള്ള ഡോറുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ മെയിൻ്റെനൻസും കറക്റ്റ് ആയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുടെ ദേഹത്ത് അത് വീഴാനും കുഞ്ഞുങ്ങൾക്ക് പരിക്കേൽക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കുഞ്ഞുങ്ങൾക്ക് നമ്മൾ സ്കൂളിൽ കൊടുക്കുന്നത് കേവലം പഠനം മാത്രമല്ല, സേഫ്റ്റി കൂടിയാണ് അല്ലെ. ഓരോ മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സ്കൂളുകളിലേക്ക് പറഞ്ഞയക്കുന്നത് ആ കുഞ്ഞുങ്ങൾ അവിടെ സുരക്ഷിതരാണ് എന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് പറഞ്ഞയക്കുന്നത്. അപ്പോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മാത്രമാണ് എന്ത് ചെയ്യുക, നമുക്ക് കുഞ്ഞുങ്ങളുടെ സേഫ്റ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് പ്ലേ എക്യുപ്മെന്റ്. റിപ്പയറിംഗ് ഐറ്റംസിൽ മറ്റു വരുന്നതാണ് പ്ലേ എക്യുപ്മെന്റ്. അതായത് ചെറിയ കുഞ്ഞുങ്ങൾ കളിക്കുന്ന ചില എക്യുപ്മെന്റുകൾ ഉണ്ട്. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്വിംഗ്, സ്ലൈഡ് ഇല്ലേ, നമുക്ക് പ്ലേ സ്കൂളിലൊക്കെ കാണാൻ പറ്റും, LKG UKG കാണാൻ പറ്റും. സ്ലൈഡ് ഉണ്ട്, സ്വിംഗ് ഉണ്ട്, കുറെ അധികം കാര്യങ്ങളുണ്ട് അല്ലെ. അപ്പൊ അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ അത് ഉടനെ തന്നെ റിപ്പയർ ചെയ്യണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഉദാഹരണത്തിന് സ്ലൈഡില് കുഞ്ഞുങ്ങള് നമുക്കറിയാം ഇഴുകി വന്ന് വീഴുന്നതാണ് അല്ലെ. അപ്പോ മിക്കവാറും സ്ലൈഡുകൾ കൂടുതലായിട്ടും കോൺക്രീറ്റ് ആയിട്ട് നിർമ്മിച്ചിരിക്കുക. അപ്പൊ അതിന്റെ താഴ്ഭാഗത്ത് എന്തെങ്കിലും, അതായത് ഏറ്റവും കുഞ്ഞ് ഇഴുകി വന്ന് ലാസ്റ്റ് ഇരിക്കുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എന്തെങ്കിലും പൊട്ടലുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യരുത്, ഒരിക്കലും സ്ലൈഡ് ഉപയോഗിക്കാനായിട്ട് അനുവദിക്കരുത്. കാരണം കുഞ്ഞുങ്ങളുടെ ബോഡി അപ്പോ അവിടെ ഇഞ്ചേർഡ് ആവുന്നതാണ്, പരിക്കേൽക്കും അവർക്ക് എന്തെങ്കിലും ഇത് ഉണ്ടെങ്കിൽ. കാരണം കോൺക്രീറ്റ് ആണ്, സിമെന്റ് ആണല്ലോ. അപ്പൊ അത്തരത്തില് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അവിടെ കുഞ്ഞുങ്ങളെ പ്രവേശിപ്പിക്കാനായിട്ട് പാടില്ല. എന്തെങ്കിലും കാര്യം കൊണ്ട് അവിടെ കെട്ടിവെക്കുകയോ അല്ലെങ്കിൽ മറച്ചു വെക്കുകയോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ സ്വിംഗ്, ഊഞ്ഞാലുകൾ എന്ന് പറയുന്നത് അല്ലെ, അതിനകത്ത് ചില ഡാമേജസ് ഒക്കെ ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാനായിട്ട് അനുവദിക്കരുത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കുന്ന ചില കളിപ്പാട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ടോയ്സുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ അത് അവിടെ നിന്ന് മാറ്റി വയ്ക്കുകയാണ് സൂട്ടബിൾ ആയിട്ടുള്ളത്. ഓക്കെ. അപ്പൊ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങളാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മള് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ സൂക്ഷിക്കേണ്ടത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാല് കുഞ്ഞുങ്ങൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മള് കുഞ്ഞുങ്ങളാണ് LKG UKG അങ്ങനെ 1ാം ക്ലാസ് അങ്ങനെ തീരെ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് അത് ടീച്ചേഴ്സ് വാച്ച് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കാരണം അവര് തനിയെ കഴിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ, അതായത് പ്രോപ്പറായിട്ട് അവർ ട്രെയിൻ ചെയ്ത് വന്നിട്ടില്ല. അപ്പൊ ഒരു സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ, അതായത് പഠിക്കുന്നത് പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പഠിക്കുന്നത് ഈ ഒരു സമയത്താണ്. അപ്പോ നമ്മുടെ സൂപ്പർവിഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യുക, കുഞ്ഞുങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് സാധിക്കുക. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതിപ്പോ
സ്പീഡിൽ കഴിക്കോ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മള് ചിലപ്പോ എന്തെങ്കിലും ഒരു കറിയൊക്കെ കൊടുത്തു കഴിയുന്ന സമയത്ത് അതിനകത്ത് എന്തെങ്കിലും ഇപ്പോ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോൺ വെജ് കൊടുത്തു കഴിയുന്ന സമയത്താണെങ്കിൽ, ഇപ്പൊ ചിക്കനൊക്കെ കഴിക്കുന്ന സമയത്താണെങ്കിൽ എല്ല് പോലുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഉണ്ടാവും അല്ലെ. അപ്പൊ അത് കുഞ്ഞുങ്ങൾ വിഴുങ്ങാനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ധാരാളം ഉണ്ട്. അപ്പൊ പ്രോപ്പർ ആയിട്ട് കുഞ്ഞുങ്ങളെ വാച്ച് ചെയ്യാന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പോയിന്റ് ആണ് വേസ്റ്റ് റിമൂവൽ ആൻഡ് റീസൈക്ലിംഗ്. എങ്ങനെയാണ് സ്കൂളിലെ വേസ്റ്റ് റിമൂവ് ചെയ്യുക? അറിയാമോ? എങ്ങനെയാണ് വേസ്റ്റ് റിമൂവ് ചെയ്യുക? റീസൈക്ലിംഗ് നടത്താറുണ്ട് ചില സ്കൂളുകളെങ്കിലും. അറിയില്ലേ? ബയോഗ്യാസിന്റേതാണോ? ആ, ബയോഗ്യാസ് ഒക്കെ ചില സ്കൂളുകളിലൊക്കെ സെറ്റ് ചെയ്തിട്ടില്ലേ? ചില സ്കൂളുകളുണ്ട്, എല്ലായിടത്തും അല്ല പറയുന്നത്, ചില സ്കൂളുകളിലുണ്ട്. പിന്നെ മഴവെള്ള സംഭരണി, അങ്ങനെ ഒരു സിസ്റ്റം ഇല്ലേ? മഴവെള്ള സംഭരണി ഞങ്ങളുടെ അവിടെ എന്റെ വീട് ഇവിടെ മുളന്തുരുത്തി, ഇവിടെ ഞങ്ങളുടെ അടുത്തൊരു സ്കൂളിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞത്. കമ്പോസ്റ്റുമായിട്ട് ഉപയോഗിക്കുന്നത്. അതെ 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 അതെ. അപ്പൊ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ, കുഞ്ഞുങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഫുഡ് വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പ്രോപ്പർ ആയിട്ട് റിമൂവ് ചെയ്യണം. പിന്നെ വേസ്റ്റ് ഒക്കെ ക്ലീൻ ചെയ്യണം. ഓക്കെ, പിന്നെ വേസ്റ്റ് അതുമായി ബന്ധപ്പെട്ട സ്റ്റാഫുകൾ ഉണ്ടാവും സ്കൂളുകളിൽ. പിന്നെ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുക, പിന്നെ റീസൈക്ലിംഗ് ചെയ്യുക. ചില സാധനങ്ങൾ നമുക്ക് പുനരുപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള അത് റീസൈക്ലിംഗ് ചെയ്യുക, അതിനുള്ള സൗകര്യങ്ങൾ ചില സ്കൂളുകളിലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ബാത്റൂം, അതുപോലെ തന്നെ ടാപ്പ്, ആ ഒരു ഏരിയ ഒക്കെ കൃത്യമായിട്ട് വൃത്തിയായിട്ടും സൂക്ഷിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? യെസ് മാം. ഓക്കെ. ഇനി നെക്സ്റ്റ് വൺ ഓഫീസ് മെയിൻ്റനൻസ് ആണ്. ഓഫീസ് മെയിൻ്റനൻസിൽ നമുക്ക് എഴുതിയെടുക്കാൻ ഇത്ര പോയിന്റ് ഒന്നുമില്ല. ഓഫീസ് മാനേജ്മെന്റ് എന്ന് പറയുന്ന ചാപ്റ്റർ നമുക്ക് അടുത്തത് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്കത് കൂടുതലായിട്ട് അതിനകത്ത് പരിചയപ്പെടാം. എന്നാലും ഓഫീസ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും സ്കൂളിലെ ഓഫീസ്, അതായത് പ്രധാനമായിട്ടും റെക്കോർഡുകൾ ഇരിക്കുന്ന റൂമാണ് അല്ലെ. ഒരു സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങി ആ സ്കൂൾ എപ്പോഴാണോ എൻഡ് ചെയ്യുന്നത് അവിടം വരെയുള്ള റെക്കോർഡുകൾ എവിടെ സൂക്ഷിച്ചിട്ടുണ്ടാവും? എവിടെയാണ് സൂക്ഷിക്കുന്നത്? ഓഫീസിലാണ് അല്ലെ. പലതരത്തിലുള്ള റെക്കോർഡുകളാണ്. കുട്ടികളുടെ റെക്കോർഡുകൾ ഉണ്ടാകാം, സ്റ്റാഫിനെ സംബന്ധിച്ചിട്ടുള്ള ഫയലുകൾ ഉണ്ടാകാം. പിന്നെ അതുപോലെ തന്നെ പലതരത്തിലുള്ള സ്കൂളുമായി ബന്ധപ്പെട്ടിട്ട് പലതരത്തിലുള്ള രേഖകളും കാര്യങ്ങളും ഒക്കെ ഓഫീസിൽ സൂക്ഷിച്ചിട്ടുണ്ടാകും. അപ്പൊ കൃത്യമായിട്ടും വ്യക്തതയോട് കൂടിയും വളരെ ആക്യുറേറ്റ് ആയിട്ടും ഓഫീസ് മെയിൻറ്റെയിൻ ചെയ്ത് പോകുക എന്നുള്ളതാണ് അവിടെ പറയുന്നത്. പിന്നെ ഓഫീസിന്റെ പ്രധാനമായിട്ടും ഓഫീസിന്റെ ഒരു സൂപ്പർവൈസർ എന്ന് പറയുന്നത് അവിടെയുള്ള ഹെഡ് മാസ്റ്റർ തന്നെയാണ്. അവരുടെ നിയന്ത്രണത്തിലാണ് റെക്കോർഡുകളും ഫയലുകളും ഒക്കെ ഇരിക്കുന്നത് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് വൺ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് ആണ്. എന്താണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്? ക്യാൻവാസിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് കുട്ടികളെ ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അഡ്വർടൈസ്മെന്റ് ആയിട്ടും തരത്തിലും ആളുകളായിട്ട് ഇടപഴകി അഡ്മിഷൻ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കുന്ന തരത്തില് പ്രചരണമാണ് കേട്ടോ കൂടുതലായിട്ടും. ക്യാൻവാസ് ചെയ്യാന്നൊക്കെ പറയില്ലേ നമ്മള്, കുട്ടികളെ കൂടുതലായിട്ട് സ്കൂളിൽ ചേർക്കാൻ അല്ലെങ്കിൽ അവരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? ക്യാൻവാസിംഗ് നടത്തുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രചാരണങ്ങൾ നടത്തുന്നു. ഓക്കെ. അപ്പോ ഇവിടെ എന്താണ് ശരിക്കും ചെയ്യുന്നത്? നിങ്ങൾക്കൊക്കെ അറിയാനായിട്ട് സാധിക്കും. ഈ ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്നതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് സ്കൂൾ പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വാഗ്ദാനം ചെയ്യുക? നമുക്കൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഡൊണേഷൻ ഇല്ലാതെ സ്കൂളിൽ ഡൊണേഷൻ ഇല്ലാതെ സ്കൂളില് ചേർക്കാനായിട്ട് പറയും അല്ലെ, ജോയിൻ ചെയ്തോളാനായിട്ട് പറയാറുണ്ട് അല്ലെ. പിന്നെ ആ സ്കൂളിന്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ വെച്ചുകൊണ്ട് അവര് കൂടുതൽ അഡ്വർടൈസ്മെന്റ് നോട്ടീസ് ഒക്കെ എടുത്ത് എന്തൊക്കെ പ്രത്യേകതകളുണ്ട് സ്കൂളിന്റെ സ്കൂളിന്റെ ചുറ്റുപാടും അല്ലെങ്കിൽ ടീച്ചേഴ്സിനെയൊക്കെ കുറച്ച് ഇതാക്കിയിട്ട് അഡ്വർടൈസ്മെന്റ് പോലെ നോട്ടീസ് ഒക്കെ ആക്കി കൊടുക്കും. ഫ്ലെക്സുകൾ
സ്കൂളിലെ ഓരോ ഫെസിലിറ്റീസുകളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് പരിചയപ്പെടുത്തില്ലേ? ഇപ്പൊ പരസ്യങ്ങൾ വഴിയും പിന്നെ നേരിട്ടും ഒക്കെ വന്ന് ടീച്ചേഴ്സ് ഒക്കെ പറയില്ലേ നമുക്ക് പരിചയമുള്ളവരാണെങ്കിൽ? ഇപ്പൊ എന്റെ വീട്ടിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പറഞ്ഞത് അല്ലേ? ആ. അങ്ങനെ സ്കൂളിന്റെ ആ ആക്ടിവിറ്റീസ് ഉൾപ്പെടുത്തുക, പിന്നെ സ്കൂളിലെ ഫെസിലിറ്റീസ് പറയാ, പിന്നെ ടീച്ചേഴ്സിന്റെ കാര്യങ്ങൾ എടുത്തു പറയാ, പിന്നെ അതില് റിസൾട്ട്, പ്രത്യേകിച്ച് സ്കൂളിലെ കുട്ടികൾക്ക് ഉണ്ടാകുന്ന റിസൾട്ടുകൾ, അവരുടെ മാറ്റങ്ങൾ, ചേഞ്ചസ് പറഞ്ഞിട്ട് ക്യാൻവാസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ. പിന്നെ റിസൾട്ട് ഒക്കെ വെച്ചിട്ട് ഇപ്പൊ എന്റെ വീട് എന്ന് പറഞ്ഞ ഭവൻസ് കേന്ദ്രീയ വിദ്യാഭവൻ സ്കൂളിന്റെ തൊട്ടാണ്. അപ്പൊ ഫ്ലെക്സുകളൊക്കെ നമ്മളെ 10th-ലെയും എന്താ പറയാ സെക്കൻഡറിയിലത്തെ ഒക്കെ ഫ്ലെക്സ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. നല്ല മാർക്കായിട്ടുള്ള കുട്ടികളുടെ അതൊക്കെ വെച്ചിട്ട് ഫ്ലെക്സ് ഒക്കെ വെച്ച് ആ തരത്തിൽ ക്യാൻവാസ് ചെയ്യാം. KG സ്റ്റുഡൻസിനാണെങ്കിൽ ഓരോ ഡേയ്സ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓരോ ഡേയ്സ്, കളർ ഡേയ്സ്, ഫ്രൂട്ട് ഡേ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസും പ്രോഗ്രാംസ് ഒക്കെ മുൻനിർത്തി പറഞ്ഞുകൊണ്ട് ക്യാൻവാസ് ചെയ്യാം. ഓക്കെ. പിന്നെ വേറെന്താ? പിന്നെ ഓരോ കുട്ടികളെ മാർക്ക് പറഞ്ഞോണ്ട് മാർക്ക് ഫ്ലെക്സ് അടിച്ച് നോട്ടീസ് അടിച്ചോണ്ടേ അങ്ങനെ ക്യാൻവാസ് ചെയ്യില്ലേ? യെസ് ഇന്ന കുട്ടി നല്ലാണ്, ഇന്ന കുട്ടി നല്ലാണ് അങ്ങനൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ. പിന്നെ അതായത് കുട്ടികൾക്ക് യൂണിഫോം, ബോക്സുകള്, കൊടകള്, പിന്നെ ബാഗുകളൊക്കെ കൊടുത്തിട്ട് ക്യാൻവാസ് ചെയ്യും. ഓക്കെ. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്യാൻവാസിങ്ങുമായി ബന്ധപ്പെട്ടതാണ്. ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്നത് അതായത് പ്രചരണമാണ്. മാക്സിമം കുട്ടികളെ സ്കൂളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, കുട്ടികളെയും പാരന്റ്സിനെയും സ്കൂളുകളിലേക്ക് അട്രാക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്കൂൾ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്, അല്ലെങ്കിൽ ഒരു മെത്തേഡാണ് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ്. അതായത് പലതരത്തിലുള്ള ഫ്ലെക്സുകളായിട്ടും പലതരത്തിലുള്ള നോട്ടീസുകളായിട്ടും ഒക്കെ നമുക്ക് ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് കാണാറുണ്ട് അല്ലെ? നോട്ടീസുകൾ കാണാറില്ലേ നിങ്ങൾ? സ്കൂളുകളുടെ കാണാറുണ്ട്, ഫ്ലെക്സുകൾ അടിച്ചിറക്കാറുണ്ട് അല്ലെ? ഇനി ചില സ്കൂളിൽ ചില ഓഫറുകൾ ചെയ്യാറുണ്ട്, ചില വാഗ്ദാനങ്ങൾ. നിങ്ങൾക്ക് അറിയാവുന്ന തോന്നുന്നു, ഈ വെക്കേഷൻ സമയം, അതായത് അക്കാദമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് വെക്കേഷൻ സമയത്ത് 2-3 ടീച്ചേഴ്സ് അല്ലെങ്കിൽ 3-4 ടീച്ചേഴ്സ് ഒക്കെ വീടുകൾ തോറും കയറി ഇറങ്ങാറുണ്ട്. അതൊരു ക്യാൻവാസിംഗ് ആണോ? ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ഉണ്ടായിരുന്നു, കൂടുതലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഭയങ്കര എന്തെന്നില്ലാത്ത ചിരിയായിരിക്കും, നമ്മളോട് ഇതുവരെ കാണിക്കാത്ത ചിരിയായിരിക്കും. നമ്മളെ എലക്ഷന്റെ വോട്ട് ചോദിക്കാൻ വരുന്ന കാര്യവും. അതെ അതെ, ചോദിക്കാതെ ഇപ്പോഴും ഉണ്ട് മിസ്, അതേ ഫെസിലിറ്റി ഇപ്പോഴും ഉണ്ട്. ടീച്ചേഴ്സ് ഒക്കെ നമ്മുടെ വീടുകളിൽ വരാറുണ്ട്, വന്ന് ഇങ്ങനെ ചോദിക്കും വരാറുണ്ട്. കുട്ടികളെ. അതായത് നമ്മളോട് പല രീതിയിലും ഗൗരവത്തിലിരുന്ന ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ചിരിക്കും ആ സമയത്ത്. അപ്പൊ നമ്മൾ ഓർക്കും ഇത് നമ്മുടെ ടീച്ചർ തന്നെയാണോ എന്ന് നോക്കും. അത്രയധികം ചിരിയും വർത്തമാനമൊക്കെ ആയിരിക്കും ആ സമയത്ത് ഉണ്ടാവുക അല്ലെ? കാരണം എന്തിനാ വരുന്നേ? ഒരു കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് വരുന്നത് അല്ലെ? അങ്ങനെയാണ് പറയാ. ഞങ്ങളുടെ അവിടെയൊക്കെ എങ്ങനെയാ പറയാ, കുട്ടികളെ പിടിക്കാൻ വേണ്ടിയിട്ട് വരുന്നു എന്ന് പറയും. അപ്പോ ഇങ്ങനെ വരുമ്പോൾ ചില സ്കൂളുകൾ എന്ത് ചെയ്യാറുണ്ട്? സ്കൂൾ ബാഗ് ഓഫർ ചെയ്യാറുണ്ട്, പിന്നെ യൂണിഫോം ഓഫർ ചെയ്യും, ടിഫിൻ ബോക്സ്, അംബ്രല്ല, അങ്ങനെയുള്ള ടെക്സ്റ്റ് ബുക്ക്, നോട്ട്ബുക്ക്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓഫർ ചെയ്യാറുണ്ട് അല്ലെ? അതുപോലെ തന്നെ ബസ്, അതായത് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഒരുക്കി കൊടുക്കാറുണ്ട്. അത് ഫ്രീ ആണെന്ന് പറയാറുണ്ട് ചില സ്കൂളുകൾ. കാശ് കൊടുക്കണ്ട, ഫ്രീ ആയിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഉണ്ടെന്ന് പറയാറുണ്ട്. ഓക്കെ. അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്? ഇത് പാരന്റ്സിനെ കൺവിൻസ് ചെയ്യിക്കുന്നതാണ് അവരെ. അതായത് എന്ത് ചെയ്യണം? അവരുടെ കുട്ടികളെ സ്കൂളിലോട്ട് ചേർക്കണം. അപ്പൊ പാരന്റ്സ് നോക്കുമ്പോൾ ഇത്രയധികം കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അല്ലെ? ബാഗ് കിട്ടുന്നുണ്ട്, കൊട കിട്ടുന്നുണ്ട്, ടിഫിൻ ബോക്സ് കിട്ടുന്നുണ്ട്, ബുക്ക് കിട്ടുന്നുണ്ട്, എല്ലാരും കിട്ടുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം വരെ കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ സ്കോളർഷിപ്പ് ഓക്കെ ഓക്കെ.
അപ്പൊ ഇത്തരത്തിൽ എന്ത് ചെയ്യാറുണ്ട്, ഈ കുഞ്ഞുങ്ങളെ അടുപ്പിക്കുന്നതിന് ജോയിൻ ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള കാര്യം ചെയ്യാറുണ്ട്. എനിക്ക് തോന്നുന്നു പണ്ടത്തെ പാരന്റ്സ് ഒക്കെ ആയിരുന്നു കൂടുതൽ ഇതിൽ അട്രാക്ട് ആയിട്ടിരുന്നത്. ഇപ്പോഴത്തെ പാരന്റ്സ് ഒക്കെ അറിയില്ല, ഇപ്പോൾ കൂടുതലും എഡ്യൂക്കേറ്റഡ് ആണ് പാരന്റ്സ്. അപ്പൊ അവരെപ്പോഴും നോക്കുന്നത് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം എവിടെയാണോ, ഏത് സ്കൂളിലാണോ കൊടുക്കുന്നത് അവിടേക്ക് ചേർക്കാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പോ ഇങ്ങനെയുള്ള ട്രിക്കുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള മെത്തേഡുകൾ ഉപയോഗിച്ചിട്ടാണ് കുട്ടികൾ എന്ത് ചെയ്യിക്കുന്നത്, ജോയിൻ ചെയ്യിക്കുന്നത്. ഓക്കെ. പിന്നെ നോട്ടീസിലൊക്കെ എന്താ പറയാ അച്ചടിച്ചിറക്കും, പഠനോപകരണങ്ങൾ സൗജന്യം എന്നൊക്കെ പറഞ്ഞിട്ട് നോട്ടീസിലും അച്ചടിച്ചിറക്കാറുണ്ട്. അപ്പൊ ആ നോട്ടീസിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത് ആ ഒരു വേർഡ് മാത്രമായിരിക്കും അല്ലെ, ആദ്യം നമ്മൾ ശ്രദ്ധിക്കുന്നത് അതായിരിക്കും. അത് കഴിഞ്ഞിട്ടാണ് ബാക്കിയുള്ളത് നമ്മൾ വായിക്കുക. അങ്ങനെയല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പോ ഇത്തരത്തില് കുഞ്ഞുങ്ങളെ ജോയിൻ ചെയ്യിപ്പിക്കാൻ അല്ല അവരുടെ സ്കൂളില് കുഞ്ഞുങ്ങളെ ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു തന്ത്രം ഉപയോഗിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ചില സ്കൂളുകളൊക്കെ ആണെങ്കിൽ, മാനേജ്മെന്റ് സ്കൂളുകളൊക്കെ ആണെങ്കിൽ ചില സ്കൂളുകളിൽ ഡിവിഷൻ കോൾ വരാറുണ്ട്. അതായത് ചില ക്ലാസ്സുകളിൽ കുട്ടികൾ ഇല്ലാതിരിക്കും, ഒട്ടും തന്നെ കുട്ടികളുടെ തീരെ കൊഴിഞ്ഞു പോകും എന്നാ പറയാ. അതായത് ഭയങ്കരമായിട്ട് കുട്ടികളുടെ കുറവ് അനുഭവപ്പെടും. അപ്പൊ കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന അവസ്ഥയില് ടീച്ചറിന്റെ ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാം. ഓക്കെ. അപ്പോഴും ഇവര് എന്ത് ചെയ്യുന്നു, ഈ ഒരു ക്യാൻവാസിംഗ് ആൻഡ് പ്രൊപ്പഗണ്ടാസ് എന്ന് പറയുന്ന രീതി ഉപയോഗിക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു രീതി ഉപയോഗിക്കുന്നതിലൂടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ കൂട്ടമായിട്ടാണ് വരുന്നത്. ഒന്നോ രണ്ടോ ടീച്ചേഴ്സ് അല്ല, സ്കൂളിലുള്ള ഒട്ടുമിക്ക ടീച്ചേഴ്സ് എന്ത് ചെയ്യാറുണ്ട്, ഈ ക്യാൻവാസിങ്ങിന് വേണ്ടിയിട്ട് വരാറുണ്ട്. അപ്പോ അവരോരോ കാര്യങ്ങൾ പറഞ്ഞിട്ട് പാരന്റ്സിനെ എന്ത് ചെയ്യുന്നു, അതിലോട്ട് അട്രാക്ട് ചെയ്യുന്നു. അങ്ങനെ പാരന്റ്സ് എന്ത് ചെയ്യുന്നു, കുഞ്ഞുങ്ങളെ ആ സ്കൂളിൽ ചേർക്കുന്നു. അപ്പൊ ഈ ഒരു രീതിയാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? ദെൻ അടുത്തതാണ് ഡിസിപ്ലിൻ മെയിൻ്റനൻസ് കേട്ടോ. ഡിസിപ്ലിൻ മെയിൻ്റനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, കുട്ടികളുടെ അച്ചടക്ക പരിപാലനം അല്ലെ. കുട്ടികൾ ഡിസിപ്ലിൻഡ് ആയിട്ടിരിക്കണ്ടേ സ്കൂളില്? എങ്ങനെയായിരിക്കണം ഡിസിപ്ലിൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്? ഒരാൾ പറഞ്ഞേ. അത് ആക്ടിവിറ്റിയിലൂടെ അവർക്ക് എന്തെങ്കിലും ആക്ടിവിറ്റി കൊടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് യോഗപരമായിട്ടുള്ള അങ്ങനൊക്കെ ചെറിയ ചെറിയ സംഭവങ്ങൾ കൊടുത്തിട്ട് അവരെ അതിൽ നിന്ന് മാറ്റിയെടുക്കും. അവരുടെ ക്ലാസ് റൂമിൽ അച്ചടക്കം പഠിപ്പിക്കണം. ക്ലാസ് റൂമിൽ ടീച്ചർ ഇല്ലാത്ത സൈലന്റ് ആയി ഇരിക്കാനും, പിന്നെ ഒരു അസംബ്ലിയിലാണെങ്കിൽ ക്യൂ പാലിച്ചുകൊണ്ട് വരാന്, പിന്നെ അങ്ങനെ കുറച്ച് മര്യാദകളൊക്കെ അവരെ അച്ചടക്കം പഠിപ്പിക്കും, ഡിസിപ്ലിൻ. പിന്നെ മാം യൂണിഫോം ഒക്കെ സോക്സ് ഷൂ കൊണ്ടുവരിക. അത് കറക്റ്റ് ആയിട്ട് ധരിക്കുക അല്ലെ, വിയർ ചെയ്യുക എന്നുള്ളതാണ്. കറക്റ്റ് ആയിട്ട് യൂണിഫോം ഒക്കെ ബോയ്സ് ഒക്കെ ആണെങ്കിൽ ഇഞ്ച് ചെയ്തിട്ട് വരിക, പിന്നെ ഷൂസ് ഒക്കെ ഇടുക. പിന്നെ പെൺകുട്ടികളാണെങ്കിൽ ഹെയർ ഒക്കെ നല്ല രീതിയിൽ കെട്ടി വെക്കുക അല്ലെ. ഓക്കെ. പിന്നെ പ്രധാനമായിട്ടും ക്ലാസ് റൂമിൽ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട് അല്ലെ. ടീച്ചേഴ്സ് ഒക്കെ വരുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. നിശബ്ദത, സൈലന്റ് ആയിട്ടിരിക്കേണ്ട ആവശ്യകതയുണ്ട്. അങ്ങനെ കുറെ അധികം കാര്യങ്ങൾ എന്തിൽ വരുന്നുണ്ട്, ഡിസിപ്ലിൻ മെയിൻ്റെനൻസിൽ വരുന്നുണ്ട്. അപ്പോ മുതിർന്നവരെ കാണുമ്പോൾ ബഹുമാനിക്കുന്നത് മുതല് ക്ലാസ് റൂമില് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ വരെ എന്തിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്, ഡിസിപ്ലിൻ മെയിൻ്റെനൻസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഓക്കെ. നെക്സ്റ്റ് വൺ, പാർട്ടിംഗ് ഫംഗ്ഷൻ ആൻഡ് മീറ്റിംഗ്. സ്കൂളുകളിൽ എന്തൊക്കെ പ്രോഗ്രാമുകളും ഫംഗ്ഷനും ഒക്കെ നടക്കാറുണ്ട്? ആനിവേഴ്സറി നടക്കാറുണ്ട് അല്ലെ സ്കൂളില്. സ്കൂൾ ആനിവേഴ്സറി ഉണ്ടാവാറുണ്ട്. പിന്നെ ചില യൂത്ത് ഫെസ്റ്റിവൽ പോലുള്ള കാര്യങ്ങൾ നടക്കാറുണ്ട്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡേയ്സും മറ്റൊക്കെ സെലിബ്രേറ്റ് ചെയ്യാറുണ്ട് അല്ലെ. അപ്പൊ അതിനകത്തൊക്കെ കുട്ടികളെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, അവരതിന്റെ പാർട്ടാവുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. മാക്സിമം കുട്ടികളെ റെഡ് ഡേ, ബ്ലൂ ഡേ ഒക്കെ നടക്കൂലേ, ചിൽഡ്രൻസ് ഡേ. അതെ അതെ. അപ്പൊ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ഫംഗ്ഷനുകളൊക്കെ കുഞ്ഞുങ്ങളെ പാർട്ടാക്കുക എന്നുള്ളതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ആണ്. കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. എടുത്തിട്ടില്ലല്ലോ? ആരെങ്കിലും എടുത്തായിരുന്നോ? അപർണ മിസ്സിനെ നിങ്ങൾ പരിചയപ്പെട്ടോ? ഒരു ക്ലാസ്സിലായിരുന്നു.
ഓക്കെ, മിസ് ഏത് ചാപ്റ്റർ എടുത്തേ? മറിയ മോണ്ടിസോറി. ഓക്കെ ഓക്കെ. അപ്പോ യൂണിറ്റ് 3-യിലാണ് എടുത്തത് അല്ല, പാർട്ട് 3 മോണ്ടിസോറി എടുത്തു. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു സ്കൂളിലെ എല്ലാവരും തമ്മിൽ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് ഇപ്പൊ ടീച്ചറും അതുപോലെ സ്റ്റുഡൻസുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, അതുപോലെ തന്നെ ടീച്ചേഴ്സും പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, ടീച്ചേഴ്സും മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക, മാനേജ്മെന്റും പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവുക. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? ഒരു സ്കൂള് നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണം. ആരും തമ്മില് പരസ്പരം മിണ്ടാതിരിക്കരുത്. മിണ്ടാതിരുന്ന വല്ല കാര്യം നടക്കും. ഒരു സെക്കൻഡ്. ക്ലാസ് കഴിഞ്ഞോ? ക്ലാസ് കഴിഞ്ഞതല്ല, ടീച്ചർ 1 മിനിറ്റ് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോ നെക്സ്റ്റ് വൺ. നമ്മൾ കമ്മ്യൂണിക്കേഷൻ ആണ് പറഞ്ഞു വന്നത് അല്ലെ? ആരൊക്കെ തമ്മിലാണ് കമ്മ്യൂണിക്കേഷൻ വേണ്ടത്? പാരന്റ്സും ടീച്ചേഴ്സും തമ്മിലാണ് അല്ലെ? പിന്നെ ടീച്ചറും മാനേജ്മെന്റും തമ്മില്. ടീച്ചേഴ്സും മാനേജ്മെന്റുമായി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ. പിന്നെ കുട്ടികളും ടീച്ചർമാരും തമ്മില്. മാനേജ്മെന്റ് പാരന്റ്സ് തമ്മിൽ. ഓക്കെ. പിന്നെ ഓക്കെ. അപ്പൊ പലതരത്തിൽ, അതായത് ഒരു സ്കൂളില് ഉള്ള സ്റ്റുഡൻസ് ആയാലും പാരന്റ്സ് ആയാലും മാനേജ്മെന്റ് ആയാലും ടീച്ചേഴ്സ് ആയാലും തമ്മില് അവർ പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അതായത് സ്കൂളിലെ എല്ലാ കാര്യങ്ങളും പാരന്റ്സ് അറിഞ്ഞിരിക്കുക, അതുപോലെ കുട്ടികളുടെ പല കാര്യങ്ങളും മാനേജ്മെന്റ് അറിഞ്ഞിരിക്കുക, പിന്നെ കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കുക. അപ്പൊ ഇതൊക്കെ എന്താണ്? കമ്മ്യൂണിക്കേഷൻ ആണ്. നെക്സ്റ്റ് വൺ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് അല്ലെ? ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാല് സാമ്പത്തികപരമായിട്ടുള്ള അല്ലെ സഹായങ്ങൾ അല്ലെ? അപ്പൊ ഒരു സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് പണം വേണം. പണമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു സ്കൂളിന് പ്രോപ്പർ ആയിട്ട് ഫങ്ഷൻ ചെയ്യാനായിട്ട് സാധിക്കില്ല. ഓക്കെ അല്ലേ? സ്കൂള് പ്രവർത്തിക്കണമെങ്കിൽ പണം വേണ്ടേ? പണം വേണം. അപ്പൊ സ്കൂളിന് എങ്ങനെയാണ് പണം ഉണ്ടാകുന്നത്? ഏതൊക്കെയാണ് സോഴ്സ് പ്രധാനമായിട്ടും? കുട്ടികളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന അതൊരു സോഴ്സ് ആണ്. പിന്നെ ആനുവൽ ഡേ ഫീസ്. ഓക്കെ. കുട്ടികളിൽ നിന്ന് ഈടാക്കുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പലതരത്തിലുള്ള ഫീസുകള്
സ്കൂളിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഫങ്ഷൻസിന് സഹായിക്കുന്നു. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കൈവശം കുറച്ച് പൈസ ഉണ്ടാവില്ലേ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് എടുത്ത് ചെലവാക്കാനായിട്ട്? ഉണ്ടാവും. എന്തെങ്കിലും ഒരു എമർജൻസി വന്നു. ചിലവരൊക്കെ ഡൊണേറ്റ് ഓക്കെ. അപ്പൊ നിർബന്ധമായിട്ടും മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നായിരിക്കും ചിലപ്പോ ആ പൈസ പോവുക. ചിലപ്പോ അത് കുട്ടികളിൽ നിന്ന് പിന്നീട് ഈടാക്കുമെങ്കിലും ആ ഒരു സമയത്ത് മാനേജ്മെന്റിന്റെ കയ്യിൽ നിന്നായിരിക്കും ആ എമൗണ്ട് പോവുക. അപ്പൊ എന്തായാലും കുറച്ച് പൈസയെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞു കുട്ടികളിൽ നിന്ന് പലതരത്തിലുള്ള ഫീസുകൾ ഈടാക്കുന്നുണ്ട്. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ കൈവശം കുറച്ച് പൈസ ഉണ്ടാകും. അതുകൂടാതെ ഗവൺമെന്റിൽ നിന്ന് പലതരത്തിലുള്ള ഗ്രാന്റുകൾ ലഭിക്കും. ഇല്ലേ? ഗവൺമെന്റ് കൊടുക്കുന്നില്ല സ്കൂളുകൾക്ക് പൈസ പ്രവർത്തിക്കാനായിട്ട്? പലതരത്തിലുള്ള ഗ്രാന്റിങ് എയ്ഡുകൾ ഉണ്ട്. ഓക്കെ. പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ ഗവൺമെന്റ് സ്കൂളുകളിൽ എന്തായാലും നിർബന്ധമായിട്ട് കിട്ടും. എയ്ഡഡ് സ്കൂളൊക്കെ ആണെങ്കിൽ ഗ്രാന്റിങ് എയ്ഡുകളൊക്കെ ആയിട്ടാണ് കിട്ടുക അല്ലെ? അപ്പോ അവരും എന്ത് ചെയ്യുന്നുണ്ട്? സഹായിക്കുന്നുണ്ട്. അപ്പോ ഇത്തരത്തില് സ്കൂളുകൾക്ക് പ്രവർത്തിക്കാനായിട്ട് എന്ത് വേണം? പണം ആവശ്യമാണ്. ഓക്കെ. അപ്പൊ പണമില്ലെങ്കിൽ ഒരിക്കലും പ്രോപ്പർ ആയിട്ട് സ്കൂളിന്റെ ഫങ്ഷനിങ് നടക്കില്ല. ഓക്കെ. അപ്പൊ പണം ആവശ്യമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സ്കൂൾ മാനേജ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത് കേട്ടോ. ഇത്രയും കാര്യങ്ങൾ ഓക്കെ അല്ലേ? യെസ് മാം. ഇനി നെക്സ്റ്റ് പാരഗ്രാഫ് നിങ്ങളൊന്ന് റീഡ് ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. ആ ഹലോ പേജ് മാം, എനിക്ക് ഉണ്ട്. അതെ, ഞാൻ സ്കൂളിൽ 5-ാം തീയതി പോയി തുടങ്ങുന്നുണ്ടേ. അപ്പൊ അവിടെ ലെസൺ പ്ലാന് നമുക്ക് അവിടുന്ന് PDF അയച്ചു തരുമോ? നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് ലെസൺ പ്ലാനിന്റെ ഫോർമാറ്റ് ആവശ്യപ്പെട്ടാല് അയച്ചു തരും കേട്ടോ. അതൊന്ന് ചോദിച്ചാൽ മതി. ജിഷ മിസ്സിനോട് ഒന്ന് കറക്റ്റ് ആയിട്ട് ചോദിക്കൂ, അല്ലെങ്കിൽ കോണ്ടാക്ട് ചെയ്യൂ PR-ഓനെ. PR ആണ്. ഒന്ന് ചോദിച്ചു നോക്കൂ കേട്ടോ. ഓക്കെ. ജിഷ മിസ്സിന്റെ നമ്പർ കയ്യിലുണ്ടല്ലോ? ജിഷ മിസ്സിന്റെ നമ്പർ കയ്യിലുണ്ടെങ്കിൽ ഒന്ന് മിസ്സിനെ വിളിച്ചിട്ടൊന്ന് ചോദിക്കൂ. ഓക്കെ. ഓക്കെ. ദുആ ചെയ്യണം ട്ടാ, പ്രാർത്ഥിക്കണം. 5-ാം തീയതി ആണല്ലേ തിങ്കളാഴ്ച? ഓക്കെ. ഓൾ ദ ബെസ്റ്റ്. അപ്പൊ കുറച്ച് ദിവസം ഉണ്ടാവില്ലല്ലേ ഷിജിനാസ്? ഉണ്ടാവില്ല. ഓക്കെ. ഏത് സ്കൂളിലാ പോകുന്നേ? ഇവിടെ അടുത്ത് തന്നെ ഉള്ളതാണ്. LKG UKG pre-KG ഉള്ള. ഓക്കെ. അപ്പൊ ആ പേജ് നിങ്ങളൊന്ന് റീഡ് ചെയ്യൂ കേട്ടോ. പേജ് നമ്പർ 158. നമ്മൾ ഇപ്പൊ എടുത്തതിന്റെ ബാക്കി അത് റീഡ് ചെയ്യൂ. വായിച്ചു കഴിയുമ്പോ തമ്പ് ചെയ്യാം കേട്ടോ.
വായിച്ചു കഴിഞ്ഞോ? മാനേജ്മെന്റ് വരെ വായിച്ചാൽ മതി കേട്ടോ. ദാറ്റ് ഇസ് നോൺ ആസ് ക്ലാസ് റൂം മാനേജ്മെന്റ്. അവിടെ വരെ വായിച്ചാൽ മതി. ഓക്കെ, ഒരാളൊന്ന് റീഡ് ചെയ്യാമോ? ഫസ്റ്റ് പാരഗ്രാഫ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് കഴിഞ്ഞിട്ടുള്ള പാരഗ്രാഫ് ആരെങ്കിലും ഒരാളൊന്ന് റീഡ് ചെയ്യൂ. ഞാൻ വായിക്കാം. Generally, one of the standard teachers is given power by the school to have control over the day-to-day transaction of the school. That does not mean that the other teachers should define themselves within the classroom level without taking part in any of the schoolwork. Every teacher should share the work of the school management and make it as a teamwork. The sharing of the work can be assessed by the management or by the voluntary interest among the teachers. When a school is running with a good name, everyone takes the credit of saying it's my school. So everyone should work the feeling our school. Most teachers are appointed for a classroom. Most teachers are appointed for a class or a subject. So the first main duty of the teacher is to carry out of class. That is known as classroom management. ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത്? അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ പറയാമോ? ഫസ്റ്റ് പാരഗ്രാഫ് മാത്രം പറയാമോ? ഇപ്പൊ വായിച്ചു തരാം. ഷംന, ഷംന എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാല് ഓരോ ദിവസവും സ്കൂളില് കൺട്രോൾ ചെയ്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. ഒരു ക്ലാസ് റൂമിന് എങ്ങനെയൊക്കെ നമുക്ക് ഓരോ ദിവസവും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഒരു ടീച്ചറിന് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. പിന്നെ ഓരോ വർക്ക് അസസ്മെന്റ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ കുട്ടികളെ ഇൻട്രസ്റ്റബിൾ ആയിരിക്കണം. അപ്പൊ ആക്ടിവിറ്റീസിലൂടെയും എല്ലാം നമ്മുടെ സ്കൂള് നല്ല വർക്കിങ്ങിലൂടെയും എല്ലാം ഗുഡ് സ്കൂളായിട്ട് ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. അതായത് സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന്, ഓക്കെ ഞാൻ പറഞ്ഞോളാം. സ്റ്റാൻഡേർഡ് ടീച്ചേഴ്സിന് എന്ത് കൊടുക്കാറുണ്ട്? ഒരു സ്കൂളിന്റെ ട്രാൻസാക്ഷൻ, അതായത് അവിടെയുള്ള ഡേ ടു ഡേ ഫങ്ഷൻസ് ഒക്കെ കൈകാര്യം ചെയ്യാൻ, മാനേജ് ചെയ്യാനായിട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ അങ്ങനെ മാനേജ് ചെയ്യാൻ കൊടുക്കുമ്പോൾ അതിന്റെ അർത്ഥം അവിടെ എന്താ പറയാ, ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പവർ ഉള്ള ആളെന്നുള്ള രീതിയിലല്ല അവിടെ കൊടുക്കുന്നത്. അവിടെ കൊടുക്കുമ്പോൾ എന്താണ്, അവർക്ക് ഓരോ ഫങ്ഷൻസും കാര്യങ്ങളും ഓരോ ജോലികളും പറ്റി കൊടുക്കുമ്പോൾ അവരുടെ ആ ഒരു സ്കൂൾ വർക്കിന്റെ ഭാഗമാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോ
പവർ എന്ന് പറയുന്നത് എപ്പോഴും അത് സ്കൂളിന്റെ ഹെഡ് മാസ്റ്റർക്കാണുള്ളത്. അവരുടെ കീഴിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പളിന്റെ കീഴിൽ വരുന്ന ആളുകൾക്ക് ഓരോരോ ജോലി ഡിവൈഡ് ചെയ്ത് കൊടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. അപ്പോ ഒരിക്കലും അവർക്ക് ഓരോരോ ജോലികൾ കൊടുക്കുമ്പോഴും അവര് അതിന്റെ ഭയങ്കരമായിട്ടുള്ള പവർ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഭയങ്കരമായിട്ട് ഭരിക്കുന്നു ആ ഒരു രീതിയിലല്ല വരുന്നത്. അവര് ആ ഒരു സ്കൂൾ ഫംഗ്ഷന്റെ ഭാഗമാകുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഓരോ ടീച്ചേഴ്സും ജോലി ചെയ്യുന്ന സമയത്ത് അതായത് ഷെയർ ചെയ്യുക വർക്കുകൾ, അതായത് ജോലികൾ ഉണ്ടെങ്കിൽ അത് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. പിന്നെ ഒരു ടീം വർക്ക് ആയിട്ട് ആ ജോലി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ. നിങ്ങൾക്ക് എല്ലാ മോക്ക് ടെസ്റ്റും തന്നിട്ടില്ലേ? ഞാൻ എടുത്ത പാട്ടിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലേ? ഒന്നും തരാനില്ലല്ലോ? എടുത്ത ചാപ്റ്റേഴ്സിന്റെ ഒക്കെ മോക്ക് ടെസ്റ്റ് തന്നിട്ടില്ലേ? ടേം 1 കംപ്ലീറ്റ് തന്നായിരുന്നു. ബട്ട് അടുത്തതിൽ നമ്മൾ ഈ ഒരു സ്കൂൾ മാനേജ്മെന്റ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്റർ ആണ് എടുത്ത് തുടങ്ങിയേക്കുന്നത്. അത് കംപ്ലീറ്റ് ആയിട്ടില്ല. വേറെ ഒന്നും ഇല്ലെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. അപ്പൊ സൈൻ ഔട്ട് ചെയ്തോളൂ. സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? ഷംന, സൈൻ ഔട്ട് ചെയ്യാവോ? ഹലോ, ഞാൻ ചെയ്തോളൂ. ഇത്ര നേരം ക്ലാസ് എടുത്ത് നല്ല രീതിയിൽ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന് നല്ല രീതിയിൽ പറഞ്ഞു തന്ന ടീച്ചർക്ക് താങ്ക്സ്. ഓക്കെ ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഞാൻ ഡൗൺലോഡ് ക്ലാസ്സിലേ കാണുള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഷിജനാസേ, ബെസ്റ്റ് ഓഫ് ലക്ക്, എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ല രീതിയിൽ ചെയ്യാട്ടോ. കുട്ടികളെയൊക്കെ കയ്യിലെടുക്കണം കേട്ടോ. എന്നിട്ട് അവിടെയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് പറയണം, ഷെയർ ചെയ്യണം. അല്ലാതെ പറയാ. ഓക്കെ, താങ്ക് യു. Thank you, ma'am. Thank you, ma'am. Okay, thank you.